ഹാർദിക് പാണ്ഡ്യ അടുത്ത വർഷം ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാര്യം പല സോഴ്സുകളിലും ആ ഒരു ന്യൂസ് ശരിക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ സഞ്ജുവിന്റെ കാര്യമായാൽ പോലും സഞ്ജു രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലോട്ട് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെ നടക്കാൻ പോകുന്നില്ല, അതെല്ലാം ഫേക്ക് ന്യൂസ് ആണ്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ സംശയം അങ്ങ് മാറി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യവും. അടുത്ത വർഷം ചെന്നൈയിൽ കളിക്കുമെന്ന് ഏകദേശം ഉറപ്പാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കളിക്കുവാണെങ്കിൽ പകരം ആരെ അങ്ങോട്ട് കൊടുക്കും? ഇപ്പൊ പറയുന്നത് ശിവൻ ദുബെ ആൻഡ് ഡിവാൾഡ് ബ്രേവിസ് ഞാൻ കൊടുക്കുന്ന രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ അവരെ നിങ്ങൾ ഒഴിവാക്കാനായിട്ടും പാടാണ്. പക്ഷെ ഒന്നോർത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞ് അടുത്ത് ഹാർദിക് പാണ്ഡ്യ വന്നു കഴിഞ്ഞാൽ കൂടിയ ഒരു വർഷം അതെല്ലാം മറക്കും. പിന്നെ ഹാർദിക് പാണ്ഡ്യ ചെന്നൈയിൽ തന്നെ ആവും എന്നൊരു മട്ടാവും. പക്ഷേ ഹാർദിക് പാണ്ഡ്യക്ക് നിലവിലുള്ള ഹേറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ചെന്നൈ തന്നെയും മുംബൈ തന്നെയും സ്വന്തം ടീമായ മുംബൈ തന്നെയും ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ പാണ്ഡ്യയുടെ ഒരു കാര്യം അറിയാലോ, അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റിംഗ് മെന്റാലിറ്റിയും ആ ഒരു പവറും ആ ഒരു മൈൻഡും ഒറ്റ മൈൻഡ് എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് പുള്ളി കാണിക്കുന്ന അഭിപ്രായങ്ങൾ കാണിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടക്കേടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ഹേറ്റേഴ്സ് ഉണ്ടാകുന്നത്. പക്ഷേ ഫോം ആയി കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പൊ ചെന്നൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചെന്നൈക്ക് തന്നെയാണ് ഗുണം. അത് എല്ലാ വർഷവും ഫോം ഔട്ടാവണമെന്നില്ലല്ലോ. ഇത്തവണ ചെന്നൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത്, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങൾ.